ഇനി പാലക്കാടേക്ക് എത്തുമ്പോൾ നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുമായി തെളിവെടുപ്പ് ചൊവ്വാഴ്ച. പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ആവശ്യപ്പെടുന്നത് 2 ദിവസത്തെ കസ്റ്റഡിയാണ്. തെളിവെടുപ്പിന് ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ വൻ സുരക്ഷാ സന്നാഹം. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ചെന്താമര എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഉള്ളിൽ പക സൂക്ഷിക്കുന്ന ഒരു പ്രതിയാണ്. യാതൊരുവിധ കുറ്റബോധവും ചെന്താമരയ്ക്കില്ല. ഈ നടത്തിയ കൊലപാതകങ്ങളിലെല്ലാം സന്തോഷമെന്നാണ് ചെന്താമര പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, പുറത്തിറങ്ങിയാൽ ചെന്താമര മറ്റാരെയൊക്കെയോ വീണ്ടും കൊല ചെയ്യാനുള്ള പദ്ധതികൾ ഇട്ടിട്ടുണ്ട് എന്നുള്ള അങ്ങനെയുള്ള ചില സംശയങ്ങളും കാര്യങ്ങളും പോലീസിനുള്ള ഒരു സാഹചര്യം കൂടി ഇപ്പോഴുണ്ടല്ലോ. മാത്രവുമല്ല, സുധാകരന്റെ പെൺമക്കൾ പറഞ്ഞിട്ടുള്ളത് ചെന്താമര പുറത്തിറങ്ങുകയാണെങ്കിൽ തങ്ങളെയും ചെന്താമര കൊല്ലുക തന്നെ ചെയ്യും, അതുകൊണ്ട് ചെന്താമരയ്ക്ക് വധശിക്ഷയാണ് നേടിക്കൊടുക്കേണ്ടത് എന്നിങ്ങനെ നിരവധി ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം കൊടും കുറ്റവാളിയാണ് ചെന്താമര, യാതൊരു കുറ്റബോധവും ഇല്ലാതെ കൊല ചെയ്യുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഒരുക്കുന്നുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ദേവിക, പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് തെളിവെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. നാളെ ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ചെന്താമരയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കും. 2 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. തെളിവെടുപ്പ് വൻ സുരക്ഷാ സന്നാഹം ഇതിനോടകം തന്നെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിട്ടുണ്ട് എന്നതാണ്. 100ഓളം വനിതാ പോലീസുകാര്, അതുപോലെ തന്നെ ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ ഈ തെളിവെടുപ്പ് സമയത്ത് ഉണ്ടാവും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നേരത്തെ ഈ ചെന്താമരയെ പോലീസ് പിടികൂടിയപ്പോൾ തന്നെ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. നാട്ടുകാർ വലിയ രീതിയിൽ പ്രകോപിതരാവുകയും സ്റ്റേഷന്റെ മതിലും അതുപോലെ തന്നെ ഗേറ്റും ഒക്കെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി തെളിവെടുപ്പ് സമയത്തും സമാന രീതിയിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത പോലീസ് കണക്കുകൂട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അത് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റുമൊക്കെ ഈ തെളിവെടുപ്പ് സമയത്ത് വിന്യസിക്കാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ പ്രതിയെ കൊണ്ട് കൊലപാതകം പുനരാവിഷ്കരിക്കണം എന്നുള്ളതാണ് നേരത്തെ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇയാൾ, എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്, അതിനുശേഷം എങ്ങനെയാണ് ഒളിവിൽ പോയത്, എവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത് തുടങ്ങിയതിലൊക്കെ ഒരു വിശദമായ തെളിവെടുപ്പ് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏതായാലും നാളെ ഇതിനായുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അത് കഴിഞ്ഞാൽ മറ്റന്നാൾ ചൊവ്വാഴ്ചയായിരിക്കും തെളിവെടുപ്പ് ഉണ്ടാവുക. ശരി.